ഹായ് ഓൾ, ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇൻസേർഷൻ സോർട്ടിനെ കുറിച്ചിട്ടാണ്. മറ്റൊരു സോർട്ടിംഗ് അൽഗോരിതമാണ് ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഇൻസേർഷൻ സോർട്ട് ഈസ് എ സിമ്പിൾ സോർട്ടിംഗ് അൽഗോരിതം ദാറ്റ് വർക്ക് സിമിലർ ടു ദ വേ യു സോർട്ട് പ്ലേയിങ് കാർഡ്സ് ഇൻ യുവർ ഹാൻഡ്സ്. നമുക്കറിയാം, നമ്മളെപ്പോഴും നമ്മൾ ഫ്രീ ടൈമിലൊക്കെ കളിക്കുന്നതാണല്ലേ ഇങ്ങനെ കാർഡ് കളിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കാർഡിനെ സോർട്ട് ചെയ്യുന്നൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, അതേ അപ്രോച്ചാണ് ഇവിടെ നടക്കുന്നത്, ഈ ഇൻസേർഷൻ സോർട്ട് എന്നുള്ള സോർട്ടിംഗ് അൽഗോരിതത്തിൽ നടക്കുന്നത്. ദ അറേ ഈസ് വെർച്വലി സ്പ്ലിറ്റ് ഇൻ ടു എ സോർട്ടഡ് ആൻഡ് ആൻ അൺസോർട്ടഡ് പാർട്ട്. അപ്പോൾ ഈ അരേനെ നമ്മൾ എന്ത് ചെയ്യും, സോർട്ട് ചെയ്ത് വെച്ച ഒരു ഭാഗമെന്നും അൺസോർട്ടഡ് ആയിട്ടുള്ള ഭാഗമെന്നുമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. വെർച്വലി നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. വാല്യൂസ് ഫ്രം ദ അൺസോർട്ടഡ് പാർട്ട് ആർ പിക്ഡ് ആൻഡ് പ്ലേസ്ഡ് അറ്റ് ദ കറക്റ്റ് പൊസിഷൻ ഇൻ ദ സോർട്ടഡ് പാർട്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അൺസോർട്ട് ചെയ്തിട്ടുള്ള പാർട്ടിൽ നിന്ന് നമ്മൾ വാല്യൂസ് എടുത്തിട്ട് സോർട്ട് ചെയ്ത് വെച്ച കറക്റ്റ് പാർട്ടിലേക്ക്, കറക്റ്റ് പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ വാല്യൂസിനെ മാറ്റും. അതാണ് അവിടെ പറയുന്നത്, വാല്യൂസ് ഫ്രം ദ അൺസോർട്ടഡ് പാർട്ട് ആർ പിക്ഡ്. അതായത് അൺസോർട്ട് ചെയ്ത പാർട്ടിൽ നിന്ന് നമ്മൾ വാല്യൂസ് പിക്ക് ചെയ്യും ആൻഡ് പ്ലേസ്ഡ് അറ്റ് ദ കറക്റ്റ് പൊസിഷൻ ഇൻ ദ സോർട്ടഡ് പാർട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, സോർട്ട് ചെയ്ത പാർട്ടിൽ കറക്റ്റ് പൊസിഷനിൽ അത് നമ്മൾ കൊണ്ടുവെക്കും. ഇൻസേർഷൻ സോർട്ട് ഈസ് ലെസ് എഫിഷ്യൻറ്റ് ആസ് കമ്പയർഡ് ടു അതർ മോർ അഡ്വാൻസ്ഡ് അൽഗോരിതംസ് സച്ച് ആസ് ക്വിക്ക് സോർട്ട്, ഹീപ്പ് സോർട്ട് ആൻഡ് മെർജ് സോർട്ട്. അപ്പോൾ മറ്റുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അൽഗോരിതം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത് കുറച്ച് എഫിഷ്യൻറ്റ് കുറവാണ്. കാരണം ക്വിക്ക് സോർട്ടും ഹീപ്പ് സോർട്ടും മെർജ് സോർട്ടൊക്കെ അതിലാറ് ഒന്നും കൂടെ എന്താണ്, അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഇപ്പോൾ കണ്ടോ, ഇൻസേർഷൻ സോർട്ടിൽ നോക്കാം. ഇപ്പോൾ 3ഉം 5ഉം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത് ഒരു സോർട്ടഡ് പാർട്ടാണ് എന്നുള്ളത്. പക്ഷേ 2, 6, 4 എന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അൺസോർട്ടഡ് പാർട്ടാണ് എന്ന്. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾ ആദ്യം നോക്കാം. അപ്പോൾ എക്സാമ്പിൾ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഐ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് ആദ്യം 1 ആണ്. അതായത് ഇൻഡെക്സ് 1നെയാണ് നമ്മൾ ഐ ആയിട്ട് സെറ്റ് ചെയ്യുന്നത് അപ് ടു n എലമെൻസിൽ. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഈ നമ്മൾ എക്സാമ്പിൾ പ്രകാരം നമ്മൾ ഐ ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും, 10 ആയിരിക്കും നമ്മളെ കയ്യിലുണ്ടാവുക. ഐ ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ 30 ആയിരുന്നു. ഐ ഈക്വൽ ടു 1 ആയതുകൊണ്ട് 10 ആണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ട് വരുമ്പോൾ ഐ ഈക്വൽ ടു 1 എന്ന് ഐ ജെ മൈനസ് 1, അതായത് ഐ ഈക്വൽ ടു 1 എന്നുള്ള ഇൻഡെക്സിൽ നിന്ന് തുടങ്ങി ജെ എന്നുള്ള എലമെൻറ്റ് 10നെ നമ്മളെടുത്തു ജെ മൈനസ് 1, അതായത് അതിന്ന് ഒരു പൊസിഷൻ കുറഞ്ഞിട്ടുള്ള എലമെൻറ്റുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 10ഉം 30ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം 10 ആണ് ലെസ്സർ എന്നുള്ളത്. അപ്പോൾ അവിടെ എന്ത് നടക്കണം, സ്വാപ്പിംഗ് നടക്കണം. അതാണ് ആരോ മാർക്കിൽ കാണിച്ചത്. രണ്ടാമത് വീണ്ടും ഐട്രേഷൻ നടക്കുമ്പോൾ ഐ ഈക്വൽ ടു 2 ആയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും നമ്മൾ ആ സോർട്ടഡ് പാർട്ടിലേക്കാണ് കൊണ്ടുവെക്കുന്നത്. അൺസോർട്ട് ചെയ്ത പാർട്ടിൽ നിന്ന് എടുത്തിട്ട് സോർട്ടഡ് പാർട്ടിലേക്ക് കൊണ്ടുവെക്കുക ചെയ്യുക. അപ്പോൾ ഐ ഈക്വൽ ടു 2 ആകുമ്പോൾ നമ്മൾ 40ഉം 30ഉം നോക്കും, പക്ഷേ അവിടെ സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമില്ല. അതേപോലെ 30ഉം 10ഉം നോക്കും, അവിടെയും സ്വാപ്പിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഐ ഈക്വൽ ടു 3 ആവും. ഐ ഈക്വൽ ടു 3 ആവുമ്പോൾ നമ്മളെ കയ്യിലുള്ള എലമെൻറ്റ് 20 ആണ്. അപ്പോൾ 20ഉം 40ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 20 ഈസ് ലെസ്സർ അല്ലേ, 20 ആണ് ചെറിയ വാല്യൂ. അപ്പോൾ 20ഉം 40ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യും. പിന്നെ 20ഉം 30ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 20 ആണ് ചെറുത്, അപ്പോൾ 20നെ സ്വാപ്പ് ചെയ്യും. പിന്നെ 20ഉം 10ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, 10 തന്നെയാണ് സ്മോളർ. അപ്പോൾ നമുക്ക് കിട്ടിയ അരേ എന്തായി, ഫുൾ സോർട്ടഡ് ആയി എന്ന് പറയാം. അപ്പോൾ 10, 20, 30, 40 കണ്ട ആ ഒരു കോൺസെപ്റ്റ് മാത്രം ക്ലിയർ ആക്കിയാൽ മതി. അതായത് അൺസോർട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് സോർട്ടഡ് ആയ പാർട്ടിലേക്ക് ഇങ്ങനെ മാറ്റുകയാണ്. അതാണ് നമ്മൾ തുടക്കം മുതലേ ചെയ്തത്. അതിനാണ് നമ്മൾ രണ്ടാമത്തെ ഇൻഡെക്സ് മുതൽ, അതായത് ഐ ഈക്വൽ ടു 1 എന്നുള്ള ഇൻഡെക്സ് മുതൽ തുടങ്ങിയത്. ഇനി അതിൻ്റെ അൽഗോരിതം നോക്കിക്കേ, നമ്മൾ ഐ ഈക്വൽ ടു 1 to n എന്നുള്ളതിൽ നിന്നാണ് സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ആദ്യം എന്ത് ചെയ്യണം, എ ഓഫ് ഐ എന്നുള്ള വാല്യൂവിനെ നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യണം. ജെ ഈക്വൽ ടു ഐ ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. നമ്മൾ 10 എന്നുള്ള എലമെൻറ്റിനെയാണ് എടുക്കുന്നത്, അപ്പോൾ അതിനെ നമ്മൾ ജെ ആക്കിയിട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് ജെ ഗ്രേറ്റർ ദാൻ 0 ആണോ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ 10 ഗ്രേറ്റർ ദാൻ 10 ആൻഡ് ഒരു കണ്ടീഷനും കൂടെ നോക്കണം. 10 ഗ്രേറ്റർ ദാൻ 10 എന്നുള്ളത് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ടെമ്പ് ലെസ് ദാൻ എ ഓഫ് ജെ മൈനസ് 1, അതായത് 10 ലെസ് ദാൻ 30 ആണോ എന്നും കൂടെ നോക്കണം. ആ കണ്ടീഷൻ വരിക 10 ഗ്രേറ്റർ ദാൻ 10 ആൻഡ് 10 ലെസ് ദാൻ 30 ആണോ. ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജെ എന്നുള്ള എ ഓഫ് ജെ എന്നുള്ള പൊസിഷനിലേക്ക് എ ഓഫ് ജെ മൈനസ് 1നെ സ്വാപ്പ് ചെയ്യണം. അതായത് എ ഓഫ് ജെയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, 10 ആണുള്ളത്. എ ഓഫ് ജെ മൈനസ് 1ൽ എന്താ ഉള്ളത്, 30 ആണുള്ളത്. അപ്പോൾ 10നും 30നും തമ്മിൽ നമ്മൾ സ്വാപ്പ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ അതിൻ്റെ വർക്കിംഗ്. സിമ്പിളാണ്. അതായത്
ഐ മുതൽ തുടങ്ങുക, ഐ ഈക്വൾ ടു 1 ആക്കി സെറ്റ് ചെയ്തിട്ട് n എലമെൻറ്റ്സ് വരെ തുടങ്ങുക. ആദ്യം നമ്മളെ കയ്യിലുള്ള എ ഓഫ് ഐയിലുള്ള എലമെൻറ്റിനെ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. ജെ ഈക്വൾ ടു ഐ ആക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതായത് നമ്മളെ കയ്യിലുള്ള ഐ 1 എന്നുള്ള ഇൻഡെക്സിലുള്ള എലമെൻറ്റിനെ ജെയിലേക്ക് സ്റ്റോർ ചെയ്യുക. ആ എലമെൻറ്റ് ഗ്രേറ്റർ ദാൻ 0 ആണോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് നോക്കണം, ആൻഡ് ഓപ്പറേഷനാണ്. രണ്ട് കണ്ടീഷന് സെയിം നമുക്ക് ട്രൂ കിട്ടണം. അപ്പോൾ എന്താവണം, ടെമ്പ് ലെസ് ദാൻ എ ഓഫ് ജെ മൈനസ് 1 ആണ് നോക്കുക. ടെമ്പററിയിൽ ഇപ്പോൾ എന്താ ഉള്ളത്, 10 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. എ ഓഫ് ജെ മൈനസ് 1 എന്താ ഉള്ളത്, 30 എന്നുള്ള വാല്യൂ ആണ് ഉള്ളത്. അപ്പോൾ 10 ലെസ് ദാൻ 30 ആണോ എന്ന് നോക്കുക. ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ തമ്മിൽ എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമുക്ക് വേണ്ട വേരിയബിൾസിനൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. നമുക്കറിയാം അറേ വേണം, അതേപോലെ എത്ര എലമെൻറ്റ്സ് അതിന് n വേണം, ലൂപ്പ് ഉപയോഗിക്കണം, അതിന് ഐ ഡിക്ലെയർ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യണം. എൻ്റർ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി അറേ, നമ്മൾ അരയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് എൻ്റർ ചെയ്യണം. അതിനെ റീഡ് ചെയ്തെടുക്കണം. n എന്നുള്ളതിലേക്കാണ് റീഡ് ചെയ്തെടുക്കുന്നത്. അതിന് സ്കാൻഎഫ് യൂസ് ചെയ്തു. പിന്നെ പ്രിൻ്റ് എഫ്, നമ്മൾ അരയിലേക്കുള്ള എലമെൻറ്റ്സിന് ഓരോ എലമെൻറ്റ്സിനെ എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ എൻ്റർ ദ എലമെൻറ്റ്സ്, അത് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നു. ഫോർ ഐ ഈക്വൾ ടു 0, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. എന്നിട്ട് ആ അരയിലേക്ക് എ ഓഫ് 0യിലേക്ക് 10, എ ഓഫ് 1ലേക്ക് 30, എ ഓഫ് 3ലേക്ക് 20, അങ്ങനെ ഓരോ എലമെൻറ്റ്സിനെയും റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഫോർ ലൂപ്പിനുള്ളിൽ എന്തിട്ടു, ഒരു സ്കാൻഎഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. എന്നിട്ട് നമ്മളൊരു ഇൻസേർഷൻ സോർട്ടിൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ബബിൾ സോർട്ടിലൊക്കെ കോൾ ചെയ്ത പോലെ ഒരു ഇൻസേർഷൻ സോർട്ടിൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് അരേ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റും ഒരു ഫോർ ലൂപ്പും നമ്മൾ യൂസ് ചെയ്തു. ഇനി ആ ഇൻസേർഷൻ സോർട്ടിൻ്റെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന കോഡാണ് റൈറ്റ് സൈഡിൽ കാണിച്ചത്. എന്താണ്, നമുക്കവിടെ വീണ്ടും എന്ത് വേണം, ഐ എന്നുള്ള വേരിയബിൾ വേണം, ജെ എന്നുള്ള വേരിയബിൾ വേണം. ടെമ്പററി ആയിട്ട് നമുക്ക് വാല്യൂസിനൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേണം. അതിനെയാണ് ടെമ്പ് എന്ന് കാണിച്ചത്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എന്ത് കൊടുക്കണം, ലൂപ്പ് കൊടുക്കണം. ഫോർ ഐ ഈക്വൾ ടു 1, ഐ ലെസ് ദാൻ n, ഐ പ്ലസ് പ്ലസ്. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഐയിലുള്ള, അതായത് എ ഓഫ് ഐയിലുള്ള അരേ ഓഫ് ഐയിലുള്ള എലമെൻറ്റിനെ നമ്മൾ ടെമ്പററിയിലേക്ക് താൽക്കാലികമായി സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ജെ ഈക്വൾ ടു ഐ ആണോ, ജെ ഗ്രേറ്റർ ദാൻ 0 ആണോ, അല്ലെങ്കിൽ ടെമ്പ് ലെസ് ദാൻ അരേ ഓഫ് ജെ മൈനസ് 1 ആണോ. നമ്മൾ നേരത്തെ അൽഗോരിതത്തിൽ പറഞ്ഞ സെയിം കണ്ടീഷൻ 10 ഗ്രേറ്റർ ദാൻ 10 ആണോ ആൻഡ് 10 ലെസ് ദാൻ 30 ആണോ എന്നാണ് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഐ ഈക്വൾ ടു 1 എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്തതാട്ടോ. നമ്മൾ അരയിലും അൽഗോരിതത്തിലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ ഉള്ളിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്തു, നമ്മൾ അങ്ങനെ കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജെയിലുള്ള എലമെൻറ്റിനെ ജെ മൈനസ് 1ലേക്ക് മാറ്റണം. അതായത് 10 ജെയിലിപ്പോൾ ഉള്ളത് 10 ആണ്. അതിനെ ജെ മൈനസ് 1ലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 10ന് ആദ്യം ഇടണം, 30നെ രണ്ടാമതാണ് ഇടേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം, എ ഓഫ് ജെയിലുള്ള എലമെൻറ്റിനെ വീണ്ടും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഈ ഒരു ലൂപ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന അരേ എന്ന് പറയുന്നത് ഒരു സോർട്ടഡ് അരേ ആയിരിക്കും. ഇത്രയാണ് ഇൻസേർഷൻ സോർട്ട്.